ഗുഡ് മോർണിംഗ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡ് ഹിസ്റ്ററി ചാപ്റ്റർ 4 മധ്യകാല ഇന്ത്യ രാജസങ്കല്പവും ഭരണരീതിയും എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ ബാക്കി ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിക്കുകയുണ്ടായി ദിൻ ഇലാഹിയെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ? അക്ബർ സ്ഥാപിച്ച ദിൻ ഇലാഹി അത് എന്താണ്? അത് വിവിധ തരം മതങ്ങളുടെയൊക്കെ ചർച്ചകളും ആശയപരമായ സംവാദങ്ങളൊക്കെയാണ് ഉൾക്കൊള്ളിച്ച് അദ്ദേഹം രൂപപ്പെടുത്തിയ ഒന്നാണ് ദിൻ ഇലാഹി എന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ സുൽകുൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവർക്കും സമാധാനം എന്നായിരുന്നു സുൽകുല്ലിന്റെ അടിസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അക്ബർ വിവിധ മത പണ്ഡിതരുമായി ഇബാദത്ത് ഖാനയിൽ വെച്ച് ആശയവിനിമയം നടത്തുന്നതിന്റെ ചിത്രമാണ്. അതായത് ഫത്തേപൂർ സിക്രിയിലാണ് ഇബാദത്ത് ഖാന നമ്മൾ പഠിച്ചു. അപ്പൊ അവിടെ വെച്ചിട്ട് അദ്ദേഹം ദിൻ ഇലാഹി, അതായത് പല മതക്കാരുമായിട്ടുള്ള ആശയവിനിമയം നടത്തുന്നതിന്റെ പിക്ചറാണ് ഇത്. അങ്ങനെ അദ്ദേഹം സ്ഥാപിച്ചതാണ് ദിൻ ഇലാഹി. സ്ഥാപിച്ചത് ആരാണ്? അക്ബറാണ്. ഓർത്തു വെക്കുക. അടുത്ത എന്താണ് മാൻസാബ്ദാരി എന്ന് നമുക്ക് നോക്കാം. മാൻസബ്ദാരി എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ശക്തമായ സൈനിക സംവിധാനമായിരുന്നു മുഗൾ ഭരണത്തിന്റെ അടിത്തറ. അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ശക്തമായ സൈനിക സംവിധാനം ഉണ്ടായിരുന്നത് ഏത് ഭരണത്തിലായിരുന്നു എന്ന് ചോദിച്ചാൽ ഏത് ഭരണത്തിലായിരുന്നു? നമ്മുടെ മുഗൾസ് ആണ് ശക്തമായ സൈനിക സംവിധാനം ഉപയോഗിച്ചിരുന്നത്. അതുപോലെ ഭരണം നിലനിർത്താനും സാമ്രാജ്യം വിപുലപ്പെടുത്താനും ചക്രവർത്തിക്ക് സൈനിക ശക്തിയോടൊപ്പം എന്തും വേണമായിരുന്നു? പ്രഭുക്കന്മാരുടെയും ഉദ്യോഗസ്ഥരുടെയും പിന്തുണയും ആവശ്യമാണ് അല്ലെ? അപ്പോൾ ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അക്ബർ സ്ഥാപിച്ച ഒരു സമ്പ്രദായമാണ് മാൻസാബ്ദാരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് മാൻസാബ്ദാരി എന്ന് പറയുന്നത്? അതായത് അദ്ദേഹത്തിന്റെ സാമ്രാജ്യത്തിന്റെ ഭരണം നിലനിർത്താനും വിപുലപ്പെടുത്താനും ചക്രവർത്തിക്ക് സൈനികം മാത്രം മതിയോ? സൈനികര് മാത്രം പോരല്ലോ. അപ്പോൾ അവർക്ക് ഉദ്യോഗസ്ഥരുടെയും പ്രഭുക്കന്മാരുടെയും പിന്തുണയും കൂടെ ആവശ്യമാണ്. ഈ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടി അക്ബർ സ്വീകരിച്ച സമ്പ്രദായത്തെ അറിയപ്പെടുന്ന പേരാണ് മാൻസബ്ദാരി. ഓക്കെ, മാൻസബ് എന്ന പദം കൊണ്ട് മുഗൾസ് ഉദ്ദേശിക്കുന്നത് എന്താണ്? സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയാണ് മാൻസബ് എന്ന് പറയുന്നത്. അപ്പൊ മാൻസബിന്റെ മീനിങ് എന്താണ്? സൈനിക ഉദ്യോഗസ്ഥന്റെ പദവിയെ ആണ് മാൻസബ് എന്ന് പറയുന്നത്. അതുപോലെ ഈ പദവി വഹിച്ചിരുന്നവരെ അറിയപ്പെട്ട പേരാണ് മാൻസബ്ദാർ. എന്താണ്? മാൻസബ്ദാർ എന്ന്. അപ്പൊ സൈനിക ഉദ്യോഗസ്ഥരുടെ പദവിയെ അറിയപ്പെട്ടിരുന്ന പേരാണ് മാൻസബ്ദാർ. ഇത് സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ അക്ബറാണ്. ഓർത്തു വെക്കുക. മാൻസബ്ദാരി സമ്പ്രദായത്തിലൂടെ ഉദ്യോഗസ്ഥരുടെ പദവി, ശമ്പളം, സൈനിക ഉത്തരവാദിത്തം എന്നിവ തരംതിരിച്ച് നിർണയിക്കാൻ പറ്റി. അതുപോലെ തന്നെ മാൻസബ്ദാർ നിലനിർത്തിയിരുന്ന കുതിരപ്പടയാളികളുടെയും കുതിരകളുടെ എണ്ണത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പദവി നിർണയിച്ചിരുന്നത്. 30-ൽ പരം പദവികളിലായി 10 മുതൽ 10,000 വരെ കുതിരകളുള്ള മാൻസബ്ദാർമാർ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. അപ്പൊ എത്ര മുതൽ? 10 മുതൽ 10,000 വരെ കുതിരകളുള്ള സൈനികർ ആരുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു? നമ്മുടെ അക്ബറുടെ സൈന്യത്തിൽ ഉണ്ടായിരുന്നു. ഇതൊക്കെയാണ് മുഗൾസ് ഉപയോഗിച്ച സൈനിക ആയുധങ്ങൾ. ഇവിടെ ഒരു ഇമേജസിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് നോക്കി വെക്കുക. അതൊന്നും ആവശ്യമില്ല. പക്ഷെ മാൻസബ്ദാർ ആരായിരുന്നു? സൈനികരാണ് എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ മാൻസബിന് 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? മാൻസബ്ദാറിന് 2 ഉപവിഭാഗങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് സത്ത് എന്നറിയപ്പെടുന്നു. എന്താണ്? ഒന്ന് സത്തും ഒന്ന് സവർ എന്നും അറിയപ്പെടുന്നു. അപ്പൊ മാൻസബിന്റെ 2 ഉപവിഭാഗങ്ങളായിരുന്നു സത്ത് എന്നും സവർ എന്നും ഓർത്തു വെക്കുക. സത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? സത്ത് എന്ന വാക്കിന് വ്യക്തി എന്നാണ് അർത്ഥം. സത്ത് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? വ്യക്തി. ഒരു വ്യക്തിയുടെ സ്ഥാനവും വേതനവും നിജപ്പെടുത്തുന്നവരെയാണ് സവർ എന്ന് പറയുന്നത്. സവർ എന്ന് പറയുന്നത് ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണം സൂചിപ്പിക്കുന്നു. അപ്പൊ സത്ത് എന്ന വാക്കിനർത്ഥം എന്താണ്? വ്യക്തി എന്നാണ് അർത്ഥം. ഒരു വ്യക്തിയുടെ സ്ഥാനം എന്നാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. സവർ എന്ന് പറയുന്നാൽ എന്താണ്? ഒരാൾ സംരക്ഷിക്കേണ്ട കുതിരപ്പടയാളികളുടെ എണ്ണത്തെയാണ് സവറിൽ സൂചിപ്പിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് എന്താണ് ജാഗിർദാരി എന്ന് നമുക്ക് നോക്കാം. എന്താണ് ജാഗിർദാരി? അപ്പൊ മാൻസബ്ദാരി നമ്മൾ പഠിച്ചു. അടുത്ത് ജാഗിർദാരി. അതായത് മുഗൾ ചക്രവർത്തിമാർ എന്ത് ചെയ്തു? ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പിലാക്കിയ മറ്റൊരു പരിഷ്കാരമാണ് ജാഗിർദാരി എന്ന് പറയുന്നത്. അപ്പോൾ ഭരണം കാര്യക്ഷമമാക്കുന്നതിനായി നടത്തിയ മറ്റൊരു ഭരണ രീതിയാണ്, മറ്റൊരു പരിഷ്കാരമാണ് ജാഗിർദാരി. അതായത് സൽത്തനത്ത് കാലത്തെ ഇക്തയുടെ ഉയർന്ന രൂപമാണ്. ഇക്ത നമ്മൾ സൽത്തനത്ത് കാലത്ത് പഠിച്ചു അല്ലെ? അപ്പൊ ഇക്തയുടെ ഒരു ഉയർന്ന രൂപമാണ് ഏത്? ജാഗിർദാരി എന്ന് ഓർത്തു വെക്കുക. അതായത് മാൻസബ്ദാർമാർക്ക് ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന, അതായത്
മാൻസബ്ദാർമാർ ആരാണ്? അക്ബറുടെ സൈനിക പടയാളികളെയാണ് മാൻസബ്ദാർ എന്ന് നമ്മൾ പഠിച്ചു. അവർക്ക് ശമ്പളത്തിന് പകരമായി എന്താണ് കൊടുത്തിരുന്നത്? ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായത്തെയാണ് എന്തറിയപ്പെട്ടിരുന്നത്? ജാഗിർദാരി എന്ന് അറിയപ്പെട്ടതെന്ന് ഓർത്തു വയ്ക്കുക. അപ്പൊ ജാഗിർദാരി ആരാണ് കൊണ്ടുവന്നത്? നമ്മുടെ അക്ബറാണ്. അതിന്റെ അർത്ഥം എന്താണ്? അവർക്ക് ഭൂമി, സൈനിക ഉദ്യോഗസ്ഥർക്ക് ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായത്തെയാണ് ജാഗിർദാരി. ചിലപ്പോൾ അക്ബറിന്റെ കാലഘട്ടത്തിൽ ഭൂമി പതിച്ചു നൽകുന്ന, ശമ്പളത്തിന് പകരമായി ഭൂമി പതിച്ചു നൽകുന്ന സമ്പ്രദായത്തെ അറിയപ്പെട്ട പേര് എന്താണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഏതാണ്? ജാഗിർദാരി എന്ന് ഓർത്തു വെക്കുക. അതിൽ ജാഗിർ എന്ന് പറയുന്ന എന്താണ്? ഇങ്ങനെ നൽകപ്പെട്ട ഭൂമിയാണ് ജാഗിർ, അതായത് നമ്മൾ സൈനികർക്ക് കൊടുക്കുന്ന ഈ ഭൂമിയാണ് ജാഗിർ എന്ന പേരിൽ അറിയപ്പെട്ടത് എന്ന് ഓർത്തു വെക്കുക. അതായത് ജാഗിർ ഭൂമിയുടെ കൈവശാവകാശം മാത്രമാണ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിരുന്നത്. അവരെ ജാഗിദാർമാർ എന്ന് അറിയപ്പെട്ടു. എന്താണ്? ജാഗിദാർമാർ എന്ന് അറിയപ്പെട്ടു. അതായത് ഈ ഭൂമി കൈവശം വെക്കുന്ന ആളെ അറിയപ്പെട്ട പേരാണ് ജാഗിർ ദാർമാർ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇക്ത സമ്പ്രദായത്തിലെ ഏതുപോലെ തന്നെ ജാഗീർ സമ്പ്രദായത്തിലും ജാഗീർദാർമാർ അവർക്ക് ലഭിച്ച ഭൂമിയിൽ താമസിക്കുകയോ ഭരണ നിർവഹണം നടത്തുകയോ ചെയ്തിരുന്നില്ല. ജാഗീർദാരി പദവി പരമ്പരാഗതവുമായിരുന്നില്ല. അതുപോലെ അവരെ രാജാവ് സ്ഥലം മാറ്റി നിയമിച്ചിരുന്നു. നിശ്ചിത ഭൂമിയിലെ നികുതി പിരിച്ചെടുത്ത് ഉപയോഗിക്കുക എന്നത് മാത്രമായിരുന്നു അവരുടെ അധികാരം. അത് മാത്രം നിങ്ങൾ ഓർത്തു വെച്ചാൽ മതി. ഈ ജാഗീർദാർമാർ എന്ന് പറയുന്നത് അവർക്ക് ഏൽപ്പിക്കുന്ന ആ ഭൂമിയിലെ നികുതി എന്ത് ചെയ്യും? പിരിച്ചെടുത്ത് ഉപയോഗിക്കാം. അത് മാത്രമേ ഉള്ളൂ അവർക്കുള്ള ഡ്യൂട്ടി എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ അതാണ് ജാഗിർദാരി. ജാഗിർദാരി എന്താണ്? ഭരണം കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് അക്ബർ നടത്തിയ മറ്റൊരു സംവിധാനമാണ് ജാഗിർദാരി എന്ന് പറയുന്നത്. സൈനികർക്ക് പതിച്ചു കൊടുക്കുന്ന ഭൂമിയാണ് ജാഗിർ എന്നറിയപ്പെടുന്നത്. ഇതിന്റെ ഉപയോഗം എന്താണ്? നികുതി പിരിച്ചെടുത്ത ആ ഭൂമിയിലെ നികുതി മാത്രമേ ഈ സൈനികർക്ക് ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് ഇതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അത്ര മാത്രമേ, അതിനുള്ള ലാഭം മാത്രമേ സൈനികർക്ക് എടുക്കാവൂ. അതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ്. ഓക്കെ, നെക്സ്റ്റ് വി വിൽ ഡിസ്കസ് അബൌട്ട് ചോള ഭരണം. നമുക്കറിയാം ചോളന്മാർ, ചേരന്മാർ, പാണ്ഡ്യന്മാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? മുന്നേയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ചോള ഭരണമാണ് നമ്മൾ പഠിക്കുന്നത്. അതായത് ചോളന്മാർ എന്ന് പറയുമ്പോൾ നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ എവിടെയാണ് ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തി ആയിരുന്നു. ചിലപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. 9-ാം നൂറ്റാണ്ട് മുതൽ 14-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിലെ ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തി ആരൊക്കെയായിരുന്നു? ചോളന്മാരായിരുന്നു. അതുപോലെ തന്നെ പരമാധികാരിയായ രാജാവ്, ഉപദേശകരായ മന്ത്രിമാർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചേർന്ന ഒരു കേന്ദ്ര ഭരണകൂടമാണ് രാജ്യം നിർവഹിച്ചിരുന്നതെന്ന് ഓർത്തു വെക്കുക. രാജഭരണത്തിന്റെ പിന്തുടർച്ച അവകാശം മക്കത്തായം അനുസരിച്ചായിരുന്നു. അങ്ങനെയാണ് ഇവർ വിശ്വസിച്ചിരുന്നത്. രാജശാസനങ്ങളിലൂടെയായിരുന്നു ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത്. ഒലൈനായകം എന്നറിയപ്പെട്ടിരുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് രാജശാസനങ്ങൾ മറ്റുദ്യോഗസ്ഥർക്ക് എത്തിച്ചു കൊടുത്തത്. അപ്പൊ ചോളന്മാരിൽ ആരാണ്? ഒലൈനായകം എന്ന് പറയുന്ന ഒരാൾ. അയാളെ അതായത് ചോളന്മാരിൽ പ്രധാന ഉദ്യോഗസ്ഥരെ അറിയപ്പെട്ട പേര് എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒലൈനായകം എന്ന് ഓർത്തു വെക്കുക. ഇവിടെ അതുപോലെ തന്നെ നാവിക ശക്തിയെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ചോള രാജാക്കന്മാർ സുശക്തമായ ഒരു സൈന്യത്തെ എന്ത് ചെയ്തു? സംഘടിപ്പിച്ചിരുന്നു. അക്കാലത്തെ ഏറ്റവും ശക്തമായ നാവിക ശക്തി ആരുടേതായിരുന്നു? നമ്മുടെ ചോളന്മാരുടേതായിരുന്നു. അതുപോലെ ബംഗാൾ ഉൾക്കടലിനെ ചോളന്മാരുടെ തടാകം എന്നാണ് അറിയപ്പെട്ടത്. മലേഷ്യ, ഇന്തോനേഷ്യ, സിലോൺ മുതലായ പ്രദേശങ്ങളിലേക്ക് ചോള സാമ്രാജ്യത്തിന്റെ വിസ്തൃതി വ്യാപിച്ചിരുന്നു. അതിന്റെ പ്രധാന കാരണം എന്താണ്? അവരുടെ നാവിക മേധാവിത്വമായിരുന്നു എന്ന് ഓർത്തു വെക്കുക. അപ്പോ ചോളന്മാർ എവിടെയുള്ള ഭരണാധികാരികളായിരുന്നു? ശക്തികളായിരുന്നു. ദക്ഷിണേന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ശക്തിയായിരുന്നു ആര്? ചോളന്മാർ എന്ന് ഓർത്തു വെക്കുക. അപ്പോ ശക്തമായ നാവികപ്പട ഉണ്ടായിരുന്നു. ആർക്ക്? സൈനിക സംവിധാനമായിരുന്നു ചോള ഭരണത്തിന്റെ. അതുകൊണ്ടായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ സവിശേഷതയാണ്, ചോളന്മാരുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? ശക്തമായ നാവികപ്പടയോടുകൂടിയ സൈനിക സംവിധാനമായിരുന്നു ഇവരുടെ പ്രത്യേകത എന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഇവിടെ ഉത്തരമേരൂർ ശാസനം, ഒരു ശാസനത്തെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് ചോളന്മാർ സ്ഥാപിച്ചതാണ്. ഗ്രാമ സ്വയം ഭരണത്തെ കുറിച്ചാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിനെ അപ്പോൾ ചോളന്മാർ സ്ഥാപിച്ച ശാസനം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉത്തരമേരൂർ ശാസനം. ഏതാണ്? ഉത്തരമേരൂർ ശാസനം.
അതായത് ചോള ഭരണത്തില് ഗ്രാമ സ്വയം ഭരണത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഉത്തരമേരൂർ ശാസനം എന്താണെന്ന് നമുക്ക് നോക്കാം. അതായത് ഭരണ സൗകര്യത്തിനായി ചോള രാജാക്കന്മാർ രാജ്യത്തെ മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെ വിഭജിച്ചിരുന്നു. അപ്പോൾ രാജ്യത്തെ എന്തായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? മണ്ഡലങ്ങൾ, വളനാടുകൾ, നാടുകൾ, കൊട്ടം എന്നിങ്ങനെയൊക്കെ വിഭജിച്ചിട്ടുണ്ടായിരുന്നു. സ്വയം ഭരണാധികാരങ്ങളുള്ള ഗ്രാമങ്ങളുടെ സമൂഹമായിരുന്നു കൊട്ടം എന്നറിയപ്പെടുന്നത്. അപ്പൊ സ്വയം ഭരണ സംവിധാനമുള്ള ഒരു ഗ്രാമങ്ങളുടെ സമൂഹത്തെ അറിയപ്പെട്ട പേരാണ് കൊട്ടം. ഗ്രാമഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ ചുമതലകളും അധികാരങ്ങളും ഗ്രാമീണ ജനതയിൽ നിക്ഷിപ്തമായിരുന്നു. ഗ്രാമഭരണത്തിനായി ഉർ, സഭ എന്നീ 2 സമിതികൾ പ്രവർത്തിച്ചിരുന്നു. അത് മിക്കവാറും ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഉർ, സഭ എന്നിവ സ്ഥാപിച്ചത് ആരാണ്? നമ്മുടെ ചോളന്മാരാണ്. ഉർ, സഭ അവരുടെ 2 സമിതികളെ അറിയപ്പെട്ട പേരാണ് ഉർ, സഭ. ഇത് ചോളന്മാരുടേതാണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ തന്നെ ഈ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്നതിനെ അറിയപ്പെടുന്ന പേരാണ് ഊർ എന്ന് അറിയപ്പെടുന്നത്. ബ്രാഹ്മണർ മാത്രം ഉൾപ്പെട്ടതായിരുന്നു സഭ. അപ്പൊ സഭ എന്ന് പറയുന്നത് ആര് ഉൾപ്പെട്ടതാണ് എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആരാണ്? ബ്രാഹ്മണറാണ്. എല്ലാ ജനങ്ങളും ഉൾപ്പെടുന്ന വിഭാഗത്തെ അക്കാലത്ത് അറിയപ്പെട്ടത് ഊർ എന്ന് ഓർത്തു വെക്കുക. അതുപോലെ നമുക്ക് നോക്കാം, ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭൻ ആരായിരുന്നു? അതായത് ചോള രാജാക്കന്മാരിൽ ഏറ്റവും പ്രഗത്ഭരായിരുന്നു രാജരാജ ചോളനും. ആരാണ്? ഇതൊക്കെ നിങ്ങൾ മുന്നിലുള്ള ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ആരാണ്? രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ചോള രാജവംശത്തിന് ഒരു സ്ഥിര സൈന്യവും നാവികസേനയും ഭരണ സംവിധാനവും കൈവന്നത് ഇവരുടെ ഭരണകാലത്താണ്. അതുപോലെ തന്നെ തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം ഭയങ്കര പ്രശസ്തമാണ്. അത് ഓർത്തു വെക്കുക. തഞ്ചാവൂരിലെ രാജരാജേശ്വര ക്ഷേത്രം പണിയെഴുപ്പിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ചോളന്മാരാണ്. അതുപോലെ തന്നെ ശ്രീലങ്ക കീഴടക്കിയതും രാജരാജന്റെ കാലത്താണ്. ഗംഗന്മാരെ കീഴടക്കിയതിന്റെ ഓർമ്മയ്ക്കായി രാജേന്ദ്ര ചോളൻ ഗംഗൈ കൊണ്ട ചോളൻ എന്ന ബിരുദം. അപ്പൊ അത് ഓർത്തു. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നമ്മുടെ ചോള രാജാക്കന്മാരെയാണ്. ഗംഗൈ കൊണ്ട ചോളൻ എന്ന് രാജേന്ദ്ര ചോളനെ അറിയപ്പെട്ടത്. അതെന്താണ്? നമ്മുടെ ഗംഗന്മാരെ കീഴടക്കിയത് കൊണ്ടാണ് രാജേന്ദ്ര ചോളനെ ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെട്ടത്. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗംഗൈ കൊണ്ട ചോളൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? രാജേന്ദ്ര ചോളനെയാണ്. ചോളന്മാരുടെ കാലത്ത് ഏറ്റവും പ്രഗത്ഭരായ രാജാക്കന്മാരായിരുന്നു രാജരാജ ചോളനും രാജേന്ദ്ര ചോളനും. ഇവരുടെ സഭകളെ എങ്ങനെയാണ്? 2 സമിതിയായിട്ടാണ് ഉർ, സഭ എന്ന് 2 സമിതികളായിട്ടാണ് ഡിവൈഡ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഉർ എന്ന് പറയുന്നത് എന്താണ്? എല്ലാ ജനങ്ങളും എല്ലാ മതവിഭാഗങ്ങളും ഉൾപ്പെടുന്നതാണ് ഉർ. സഭ എന്ന് പറയുന്നത് ബ്രാഹ്മണർ മാത്രമാണ്. അപ്പൊ അതുപോലെ തന്നെ സഭയുടെ സവിശേഷതകളാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. എന്താണെന്ന് നോക്കാം. സഭയുടെ സവിശേഷതകൾ. അതായത് സഭയുടെ പ്രവർത്തനത്തിനായി പ്രത്യേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു. ഭരണ നിർവഹണത്തിനായി സഭയെ പല പഞ്ചായത്തുകളായി തിരിച്ചു ചുമതലകൾ നിശ്ചയിച്ച് നൽകിയിരുന്നു. തിരഞ്ഞെടുപ്പിലൂടെയും നറുക്കെടുപ്പിലൂടെയായിരുന്നു പഞ്ചായത്ത് അംഗങ്ങളെ തീരുമാനിച്ചിരുന്നത്. അംഗങ്ങളെ വർഷം തോറും തിരഞ്ഞെടുത്തിരുന്നു. ഒരാൾക്ക് തുടർച്ചയായി പരമാവധി 3 തവണ മാത്രമാണ് അംഗമായിരിക്കാൻ അവസരം ലഭിച്ചിരുന്നത്. ഇതൊക്കെയാണ് ഈ സഭയുടെ പ്രത്യേകത. പിന്നെ അതുപോലെ തന്നെ കൈക്കൂലി, കളവ് മുതലായ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടവർക്കും വീണ്ടും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അവകാശമില്ലായിരുന്നു. പിന്നെയുള്ളത് സഭയിലെ അംഗങ്ങൾ പെരുമക്കൾ എന്നും പഞ്ചായത്തിലെ അംഗങ്ങളെ വാരിയ പെരുമക്കൾ എന്നും അറിയപ്പെട്ടു. അതൊക്കെ ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മതി. അപ്പോൾ സഭയിലെ അംഗങ്ങളെ പെരുമക്കൾ എന്നും അതുപോലെ പഞ്ചായത്തിലെ അംഗങ്ങളെ എന്താണ് അറിയപ്പെട്ടത്? വാരിയ പെരുമക്കൾ എന്നാണ് അറിയപ്പെട്ടത് എന്ന് ഓർത്തു വയ്ക്കുക. അതുപോലെ തന്നെ അവരുടെ സഭയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് ഗ്രാമഭരണമായിരുന്നു സഭകൾക്കുള്ളത് എന്ന് നമ്മൾ പഠിച്ചു. അതായത് അവരുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ക്ഷേത്രങ്ങൾക്ക് വേണ്ട ഭൂമി സ്വീകരിക്കുക, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, ജനക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ള മരാമത്ത് പണികൾ നടത്തുക, രേഖകളും കണക്കുകളും സൂക്ഷിക്കുക, ഗ്രാമത്തിലെ നീതിന്യായ ഭരണം നിർവഹിക്കുക. ഇതൊക്കെയായിരുന്നു ഈ സഭയ്ക്കുള്ള അധികാരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ സഭയ്ക്കുള്ള അധികാരം പഠിച്ചു. പിന്നെ ഏതാണ്? നമ്മുടെ ഈ ബ്രാഹ്മൺസിന്റെ എന്താണ് സഭയും പഠിച്ചു. ഉറിന്റെ ഭാഗമായിട്ട് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? സഭയുടെ സവിശേഷതകൾ എന്തെന്ന് പഠിച്ചു. ചോള രാജാക്കന്മാരാരാണ്? രാജേന്ദ്ര ചോളനും രാജരാജ ചോളനും. അത് ഓർത്തു വയ്ക്കുക. ഇവരുടെ ചോളന്മാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശാസനം എന്തായിരുന്നു? ഉത്തരമേരൂർ ശാസനം. അതിലെന്താണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഗ്രാമ സ്വയംഭരണത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും പ്രധാന സവിശേഷത നാവിക പടയോട് കൂടിയ സൈനിക ശക്തി ഉണ്ടായിരുന്നു ചോളന്മാർക്ക്. എന്നാണ് ഇവര് നിലവിൽ വന്നത്? 9-ാം നൂറ്റാണ്ടിൽ മുതൽ 14-ാം നൂറ്റാണ്ട് വരെയായിരുന്നു ഇവരുടെ ഭരണഘട്ടം എന്ന് ഓർത്തു വെക്കുക. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ശക്തിയായിരുന്നു ആര്? ചോളന്മാർ എന്ന് ഓർത്തു വെക്കുക.
അതുപോലെ തന്നെ ഒലൈനായകം എന്നറിയപ്പെട്ടിരുന്നത് ചോളന്മാരുടെ പ്രധാന ഉദ്യോഗസ്ഥനെ അറിയപ്പെട്ടിരുന്ന പേരാണ് ഒലൈനായകം. അത് ഓർത്തു വെക്കുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. അതുപോലെ ജാഗീർദാരി പഠിച്ചു, മാൻസബ്ദാരി പഠിച്ചു, പിന്നെ ഏതാ പഠിച്ചത്? ദിൻ ഇലാഹി, അക്ബർ സ്ഥാപിച്ചത് പഠിച്ചു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതെല്ലാം നന്നായി വായിച്ചു വെക്കുക. അവരുടെയൊക്കെ ഭരണ രീതികൾ എങ്ങനെയാണെന്നൊക്കെ നോക്കുക. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് വിജയനഗര സാമ്രാജ്യമാണ്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിക്കാം. അപ്പോൾ ഡോണ്ട് ഫോർഗെറ്റ് ടു വാച്ച് മൈ ചാനൽ. സോ ഇഫ് യു ലൈക്ക് മൈ ചാനൽ, please like, share and subscribe. Okay, see you again, see you tomorrow. Okay, thank you so much.